ഹലോ, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ പലഹാരമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ സൈഡ് ഈ ഒരു പലഹാരം അധികം കണ്ടിട്ടില്ല. മലബാറുകാരുടെ സ്വന്തം പോള. ഇന്ന് ഞാൻ കായ്പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റാറ്റസൊക്കെ ഇട്ട സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, പോളയാ അതെന്തുട്ടാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതാ എല്ലാവരും കണ്ടോളൂ കേട്ടോ. കായ്പോള ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ആവശ്യാനുസരണം എടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നെയ്യിൽ വാട്ടിയെടുക്കാനായിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു പാൻ ചൂടായിട്ട് അപ്പോൾ അതൊന്ന് ചൂടായി അതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ നെയ്യിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല വെച്ചെങ്കിൽ എത്ര ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ചൂടായപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കളർ ചേഞ്ച് ആണ വരെ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകട്ടോ. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇതിനെ നമുക്ക് മാറ്റാം. അടുത്തത് പഴത്തിനെ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. അടുത്തത് പഴം നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നുറുക്കുക എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യാന്നാട്ടാ, നമ്മളിവിടെ നുറുക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇനി അതൊന്ന് വാടിക്കിട്ടട്ടെ. നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയാക്കരുത്, നമ്മളുടെ പാനിലൊക്കെ ഒട്ടിപ്പിടിക്കും പെട്ടെന്ന് തന്നെ. അതിന് മുന്നേ എടുക്കുക. ഒന്നാ നെയ്യിൻ്റെ ടേസ്റ്റും ഒന്ന് വാടിക്കിട്ടേ വേണ്ടു. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ നെയ്യിൽ വാട്ടിയെടുക്കാനുള്ള ഐറ്റംസൊക്കെ വാട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3 മുട്ട വേണം. അപ്പോൾ ഞാൻ 3 മുട്ട ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ എടുത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ഉടച്ച് വെച്ച മുട്ട റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ച് ചേർക്കുകയാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ സാധാ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കേണ്ടി വരുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുക. ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് വേറെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി പാല് ചേർത്ത് കൊടുക്കുക. 1/4 ഗ്ലാസ് പാല് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. കണ്ട കറക്റ്റ് പാകമായി. അടുത്തത് നമ്മൾ നെയ്യിൽ വാട്ടി വെച്ച പഴവും ചേർത്ത് കൊടുക്കുക. പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കുക. ഇതൊക്കെ അങ്ങോട്ട് യോജിച്ച് കിട്ടണ്ടേ, നമ്മളുടെ പാലും മുട്ടയും പഴവും ഒക്കെ അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് യോജിച്ച് കിട്ടണം. അപ്പം അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ബാറ്റർ റെഡിയായി. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചെങ്കിൽ കുറച്ചും കൂടിയും മുന്തിരിയും അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നല്ലത് തന്നെയായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ ഞാൻ ഉള്ളത് ടൂട്ടി ഫ്രൂട്ടി, അപ്പോൾ അതും കൂടി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള പാൻ തന്നെയാണ് ഇത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു ഫോക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമ്മളുടെ ഈ പഴമൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒഴിക്കുന്ന സ്ഥലത്ത് മാത്രം പഴം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതാ ഒരുവിധം എല്ലാ ഭാഗത്തേക്കും പഴമൊക്കെ ആക്കി കൊടുത്തു. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 15-20 മിനിറ്റ് വേവിച്ചെടുത്ത സംഭവം റെഡിയാവും. ഇനി ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതൊന്ന് തുറക്കുക നമ്മുടെ മൂടി. അതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വാട്ടി വെച്ചിട്ടില്ലേ, അല്ല വറുത്ത് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ബാറ്ററിൻ്റെ കൂടെ തന്നെ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അടിയിലാവും അണ്ടിപ്പരിപ്പും മുന്തിരിയും കിടക്കുക. അതുകൊണ്ടാണ് ഒന്ന് പകുതി അടിഭാഗം ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ മുകളിലൊന്ന് വെച്ച് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുക നല്ല ഭംഗിയിൽ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തു. ഇനി വീണ്ടും മൂടി വയ്ക്കുക. മൂടി വയ്ക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കട്ടെ. നടുഭാഗത്തൊക്കെ ഒന്ന് കുത്തി നോക്കിയാൽ അത് കറക്റ്റ് പാകമായോ എന്നറിയാം. അപ്പോൾ ഞാൻ ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത്പിക്കോ എന്തെങ്കിലും വെച്ചിട്ടാണ് കുത്താറ്. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ടാണ് ഇപ്പോൾ നോക്കാൻ പോണേ കേട്ടോ. അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ നടുവിൽ ഇങ്ങനെ കുത്തിയിട്ട് എടുക്കണ സമയത്ത് അത് നീറ്റായിട്ട് വന്നാൽ, അതിൻ്റെ ഭാഗത്തൊന്നും പിടിക്കാതെ വന്നാൽ കണ്ട. അപ്പോൾ ഇത് റെഡിയായി എന്നർത്ഥം. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ മൂടി വെച്ചപ്പോൾ മുകളിലും കൂടി ഒന്നും കൂടിയും സെറ്റായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ റെഡിയായി കഴിഞ്ഞു നമ്മളുടെ കായ്പോള. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഞങ്ങളുടെ തൃശ്ശൂർ സൈഡൊന്നും അധികമില്ല, ബേക്കറികളിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മളെ വീടുകളിലൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മളുടെ ഈ സൈഡ് ഇനി എവിടെയൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ബാംഗ്ലൂരിലുള്ളപ്പോൾ അവിടെ ഒരു ചെറിയൊരു
ചായക്കട ഉണ്ടായിരുന്നു, അവിടെ അങ്ങനെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് പോലെയൊക്കെ അറിയണ്ടായിരുന്നില്ല. ഇത് ഉണ്ടാക്കാൻ എത്ര എളുപ്പമെന്നും അറിഞ്ഞിരുന്നില്ല. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. താങ്ക്